കണ്ണൂരിലും ഈ പറഞ്ഞ കോഴിക്കോടിലും ഒക്കെ കെ സുധാകരന് അനുകൂലമായുള്ള ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസും പോസ്റ്ററും ഒക്കെ പതിക്കപ്പെട്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരന് സ്വാഭാവികമായി അദ്ദേഹത്തിനൊരു റേഞ്ച് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കുറേ ആരാധകരുണ്ടല്ലോ. അദ്ദേഹത്തിനുള്ള ആരാധകർ 90% നോൺ കോംപ്രമൈസ് ആരാധകരാണ്. സുധാകരനെ അല്ലാതെ വേറെ ആരെയും അവർ അംഗീകരിക്കില്ല. അവരുടെ സിരകളിൽ അരിഞ്ഞു ചേർന്നതാണ് ആ വികാരം. അപ്പോൾ ആ വികാരത്തെ ഉൾക്കൊള്ളേണ്ടത് പാർട്ടി അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളണം പാർട്ടിക്ക്. കെ സുധാകരൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ KPC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനെ DC പ്രസിഡൻ്റ് ആക്കുകയല്ല ചെയ്തത്. കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുത്തൊരു പ്രൊമോഷനാണ്. അല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ? AK ആന്റണി വർക്കിംഗ് കമ്മിറ്റി മെമ്പറില്ലേ? കൊടിക്കുന്നിൽ സുരേഷ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ? ആ കൂട്ടത്തിലല്ലേ കേരളത്തിലെ പണ്ട് K കരുണാകരനും AK ആന്റണി, വയലാർ പോലുള്ള ആളുകൾ ഇരുന്ന ആ പൊസിഷനിലേക്കാണ് കെ സുധാകരൻ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് താഴെ ഇറക്കിയിട്ട് ഞാൻ മാറാം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ആർക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചർച്ച വന്ന് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതെടുത്തിട്ട് അലമ്പാൻ തുടങ്ങി. സുധാകരൻ മാറില്ല, അല്ലെങ്കിൽ മറ്റേതാണ് അതാണ് കാര്യം. BJPയും CPM ഇതൊക്കെ മുതലാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമമാണ്. അപ്പോൾ നമ്മൾ വളരെ സൗമ്യമായി ആ ഒരു അധികാര കൈമാറ്റം സംയോജിതമായി നേതാക്കന്മാർ സംസാരിച്ച് സംയോജിതമായി നടത്തി.